വാസു സാറ് ദേഷ്യപ്പെട്ടതുകൊണ്ട് ഓണർ വീട് വെക്കേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, വിട്ടേക്ക്. അടുത്ത 2 വർഷം ടാർഗറ്റ് പ്ലാൻ ചെയ്ത് അവർ വീണ്ടും മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് മാറി പല്ലാവരത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. വാ, നമുക്ക് ആ വീടും നോക്കാം. നന്നായി പ്രാർത്ഥിച്ചിട്ട് ഫീസ് കൊണ്ടുപോയി അടയ്ക്ക്. ശരി അമ്മ. +2 കാര്യമൊക്കെ വിട്ടേക്ക്. കോളേജിൽ നിങ്ങൾ വാങ്ങുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ഇതൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടാ. ഇവിടെ സീറ്റ് കിട്ടിയതേ തന്റെ വലിയ ഭാഗ്യമാ. താങ്ക് യു സർ. എന്താ മെക്കാനിക്കലാണോ എടുത്തത്? IT അല്ലേ ഇപ്പോൾ ഡിമാൻഡ്? IT മതിയായിരുന്നില്ലേ? വേണ്ട സർ, എനിക്ക് മെക്കാനിക്കൽ മതി. മോനെ, ഞാൻ ആർക്കും ഇങ്ങനെ അഡ്വൈസ് കൊടുക്കാറില്ല. മോൻ്റെ നല്ലതിന് പറഞ്ഞതാ. മെക്കാനിക്കൽ തന്നെ മതിയോന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ IT സീറ്റിനെ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. സർ, IT ഫ്യൂച്ചർ ഉണ്ടെന്നാണോ പറയുന്നത്? IT മാത്രമാണ് ഫ്യൂച്ചർ ഉള്ളത്. ഇപ്പൊ എവിടെ നോക്കിയാലും കമ്പ്യൂട്ടർ അല്ലേ സാറേ? കറക്റ്റാ സാറേ, കമ്പ്യൂട്ടർ തന്നെയല്ല. സാറേ, ഒരു 5 മിനിറ്റ് സമയം തരുമോ? ഡിസ്കസ് ചെയ്തിട്ട് വരാനാ. അച്ഛാ, എനിക്ക് മെക്കാനിക്കൽ സീറ്റ് മതി അച്ഛാ. വേണ്ടടാ, അവർ പറയുന്ന പോലെ IT തന്നെയാണ് ഫ്യൂച്ചർ ഉള്ളത്. എനിക്കത് ശരിയാവും തോന്നില്ല. അവരെത്ര ആൾക്കാരെ കാണുന്ന, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. അറിവുള്ളവർ പറയുന്നത് കറക്റ്റായിരിക്കുമടാ. വീട് കെട്ടാൻ കൂട്ടിവെച്ച പണം തരുന്നേ. ഒരുപാട് തെറ്റുകൾ ചെയ്തു. കറക്റ്റ് തീരുമാനം എടുക്കടാ. മോനെ, ഞാൻ ഇങ്ങനെ ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല. മോന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ. എന്തായി സാർ, എനിക്ക് IT മതി. വെരി ഗുഡ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നേക്ക്. ഹലോ ബ്രദർ. ഹലോ. ഈ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്നത് പഠിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിട്ടാ? +2 എത്ര പെർസെൻറ്റേജ് കിട്ടി? 95 അതോ 96? 72. ഓ, 72% അല്ലേ? 72 മാർക്കേ ഉള്ളൂന്ന്. ഇപ്പം മനസ്സിലായി എന്തിനാ ഫസ്റ്റ് ബെഞ്ച് വന്നിരുന്നെന്ന്. മനസ്സിലായി. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാ പഠിക്കണമെന്ന്. എന്താ നിന്റെ ഫ്ലാഷ് ബാക്ക്? എൻ്റെ നാട് പട്ടുക്കോട്ടയ്ക്കടുത്ത് കറുപ്പങ്കാടാണ്. എനിക്കിവിടെ NGO സീറ്റിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയമാണ്. നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഈ ക്ലാസ്സിൽ ഇത്രയും പേരുണ്ടായിട്ടും നീ എൻ്റെ അടുത്ത് എന്തിനാ വന്നിരുന്നേ? അത് മുഖം നോക്കി തന്നെ മനസ്സിലാവൂലേ എന്ത്? എന്നെപ്പോലെ തന്നെ പേടിച്ചിരിക്കാന്ന്. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ കഴിയും മാം. ഇത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ? മാം, ഇത് കഴിയാനായി. പ്ലീസ് മാം, ഒരു ചാൻസ് കൂടെ തരുമോ? ഒന്നും ചെയ്യാൻ അറിയില്ല. ഐ സേ ഗെറ്റ് ഔട്ട്. ഇവനൊക്കെ എന്ത് കിട്ടാനാണാവോ പഠിക്കുന്നത്? അച്ഛനമ്മമാരുടെ കാശ് വേസ്റ്റ് ആക്കാൻ. ഏയ്, ഐഷു വന്നില്ലേ? അവള് പുറകെ വരുന്നുണ്ട്. ഹായ്. ചേട്ടാ, ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവരെവിടെ പോയി? അവരിവിടുന്ന് പോയിട്ട് മാസങ്ങളായല്ലോ. മാസങ്ങളായിന്നോ? അവരെങ്ങോട്ടാ പോയതെന്ന് അറിയാവോ? എനിക്കറിയില്ല. അതിന്റെ അച്ഛന്റെ നമ്പറെ വിളിച്ചിട്ട് ഉപയോഗത്തിലല്ലെന്നാ പറയുന്നത്. സാറേ, 2 ദിവസമായിട്ട് ഒട്ടും വെള്ളമില്ല. മെട്രോ ലൈനില്ല കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നൊന്ന് നോക്ക് സാറേ. സാറേ, ഒരു 2 ദിവസമായിട്ട് കറണ്ട് പോലും. ഹലോ ഹലോ
ഈ വീട്ടിൽ ആകെ 4 ചോര് മാത്രമേ ഉള്ളൂ അച്ഛാ. കറണ്ട് ബില്ലും വാട്ടർ ബില്ലൊന്നും അടയ്ക്കാത്ത ഹൗസ് ഓണറാണെന്ന് തോന്നുന്നേ. അയാൾ ഇവിടെ താമസിച്ചിട്ട് കുറെ നാളായെന്നാ തോന്നുന്നത്. ഇവിടെ പകല് പോലും ഇരുട്ടാണെന്നേ. ഇനി 1 വർഷം കൂടെ ഇല്ലല്ലോ, നല്ല വീട്ടിൽ പോവാലോ. അമ്മ, അച്ഛാ 10th റിസൾട്ട് വന്നു. എത്രയുണ്ട് മോളെ? 465, 93%. അയ്യോ എന്റെ പൊന്നു മോളെ, അടിപൊളിയായല്ലോ. താങ്ക്സ് ഡാ. നീ പൊളിച്ചല്ലോടി. അടുത്തത് എന്താ പഠിക്കാൻ പോകുന്നേ? ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ? അച്ഛാ അവക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് പഠിച്ചോട്ടെ. അറിയാനല്ലടാ. ആദ്യം നമുക്ക് +1 ഒരു നല്ല സ്കൂള് കണ്ടുപിടിക്കണം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉം. ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാം അച്ഛാ. എന്ത് മോളെ? അല്ലച്ചാ, നമ്മൾക്ക് വീട് വാങ്ങാൻ കാശ് ഇനി ആവശ്യമുണ്ടല്ലോ. അച്ഛാ പ്ലീസ് അച്ഛാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ ആലോചിച്ചിട്ടാ പറയുന്നത്. അച്ഛാ ഞാൻ പഠിച്ചോളാം അച്ഛാ. ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നന്നായിട്ടാ പഠിപ്പിക്കുന്നത്. ഈ സ്കൂള് നല്ല സ്കൂളാ അച്ഛാ. അതല്ല മോളെ, ഞാൻ പഠിച്ചോളാം അച്ഛാ. മുതലാളി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. എന്താടോ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? സാർ എനിക്കൊരു 5 ലക്ഷം രൂപ കടം വേണം സാറേ. എവിടെന്നെങ്കിലും കിട്ടുമോ സാർ? താൻ കടം വാങ്ങാറില്ലല്ലോ. അളിയ, സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എന്തു പറ്റിയടാ? ഒരു പേപ്പർ പോയടാ. എടാ നീ എന്താ ഈ കാണിക്കുന്നേ? തോറ്റു പോയിക്കൊണ്ടിരിക്കാൻ തോന്നടാ. എന്താടാ? ഞാൻ പഠിച്ച് വലിയ ആളാവണമെന്ന് അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷ. എനിക്ക് മാത്രം എന്താ പഠിക്കാൻ പറ്റാത്ത? എന്റെ അനിയത്തെ അത്രയും മാർക്ക് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാടാ. എനിക്ക് വേണ്ടി ഞാൻ എങ്ങനെയാടാ വീട്ടിൽ പോയി ഫെയിലായെന്ന് പറയാ? അവരെ എങ്ങനെ ഫേസ് ചെയ്യും? നീ വെള്ളം കുടിച്ച? ഞാനൊന്ന് തീരുമാനിച്ചു. ഇതെന്നെ കൊണ്ട് പറ്റില്ല. എന്റെ അച്ഛന്റെ കാശ് കളയാൻ ഞാനില്ല. ഞാൻ ഇനി കോളേജിലേക്ക് വരില്ല. എടാ ഞാൻ വീട്ടിൽ പറയാൻ പോവാ. എടാ എടാ ഞാൻ പറയുന്നത് കേക്ക് പ്രഭു. എടാ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. എടാ പ്രഭു, അച്ഛൻ വന്നു. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി അച്ഛാ? അഡ്വാൻസ് ഏത് ദിവസം വേണമെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാം. ഇതല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഈ തവണ മിസ്സാവില്ല. ഫുൾ എമൗണ്ടും റെഡി ആയിട്ടുണ്ട്. ഫുൾ എമൗണ്ടോ? എത്ര ഉണ്ട്? 15 ലക്ഷം. സാറേ വില പിന്നെയും കൂടി. 25 ലക്ഷം അപ്പോൾ. ഇതെന്തെങ്ങനെ പറയുന്നത്? സാറേ ഇവിടെ അടുത്തൊക്കെ മൊത്തം IT കമ്പനിയായി. അതുകൊണ്ട് വീടുകളുടെ വിലയും കൂടി. ചെന്നൈ മൊത്തം ഇപ്പം എങ്ങനെയാ? മാക്സിമം ഞാൻ ട്രൈ ചെയ്യും.
എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്താ? പ്രഭു ഉണ്ടല്ലോ, IT പഠിക്കുകയല്ലേ. ഞാൻ തോറ്റുപോയാലും അവൻ ജയിച്ചു കാണിക്കും. അത് മതി. ഞാൻ ജയിക്കും അച്ഛാ.